എടാ എടുത്ത് വെച്ചടാ. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഫൈൻഡ് integral of dx by x plus 1 into x plus 2. അപ്പൊ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് ഡി എക്സ് എന്ന് പറയുന്നത് 1/x+1 into x+2 ആണ്. ഇത് എന്ത് ടൈപ്പ് ഫ്രാക്ഷൻ ആണ്? പ്രോപ്പർ ആണ്, ഇംപ്രോപ്പർ ആണ്? പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ, 1 അല്ലേ ഇവിടെ വന്നേക്കണം എന്തായാലും. അപ്പോ ഇതിന് നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനായി യൂസ് ചെയ്യണത് ഏതാണത്? 1/x+1 into x+2 നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു a/x+1 into പ്ലസ് b/x+2. ഈ രീതിയിൽ ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമുക്ക് ആ ഫോർമുല ഏത് രീതിയിലാണ് കിടക്കണേ നോക്കാം. അപ്പൊ 1/x+1 into x+2 ആണ് ഈ ഫോർമുല കിടക്കണം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ a/x+1 പ്ലസ് b/x+2. ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഇവിടെ. വിച്ച് ഇസ് ഈക്വൽ ടു a into x+2 പ്ലസ് b into x+1. ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഇവിടുത്തെ നമ്മൾ ന്യൂമറേറ്റർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? 1 is equal to ax plus 2a plus bx plus b. ഇനി നോക്കിക്കേ, ഇവിടെ എന്ത് ടേം ഉള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 1 എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റാ. ഇവിടെ ഏതൊക്കെ കോൺസ്റ്റന്റ് ടേമുകളുണ്ട്? എയും 2aയും ബിയും. അപ്പൊ കോൺസ്റ്റന്റ് ടേം മാത്രമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ 2a പ്ലസ് ബി ഈക്വൽ ടു, ഇപ്പുറത്തെ സൈഡ് എന്താ? ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈം 1 അല്ലേ? ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈമും ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈമുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇനി നോക്കിയേ, എക്സിന്റെ ടൈം എന്താ? ഇവിടെ ax ഉണ്ട്, ഇവിടെ bx ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്താ? എക്സിന്റെ ടൈം എന്തില്ല? ഇല്ല. അപ്പൊ ആ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ax പ്ലസ് അല്ലെങ്കിൽ a പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് കൂട്ടണ്ട, a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. എന്തോ നിങ്ങൾ എങ്ങനെ പഠിച്ചത്? അങ്ങനെയായാലും മതി. ഇപ്പൊ നോക്കിക്കേ, ഈ രീതി ചെയ്യണമെങ്കിൽ എന്താ? a പ്ലസ് ബി ഈസ് ഈക്വൽ ടു അല്ല ax-ഉം bx-ഉം എന്താ? a പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത് ഇക്വേഷൻ 2 എന്ന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടൂലേ? ഇവിടെ എന്ത് എക്സിന്റെ ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇല്ല, അതുകൊണ്ടാണ് ഈക്വൽ ടു 0 കൊടുത്തത്. ഇവിടെ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1. നിങ്ങൾ എങ്ങനെയല്ല പഠിച്ചത്? എക്സിന്റെ നിങ്ങൾ എങ്ങനെ ചെയ്തത്? അങ്ങനെയായാലും ചെയ്താൽ മതി. ഇവര് ചെയ്ത് നോക്കിക്കേ, ഇവിടെ നമ്മള് എക്സ് ക്യാൻസൽ ആവണമെങ്കിൽ എന്ത് കൊടുക്കണം? വാല്യൂ, അതായത് ഈ ഒരു വാല്യൂ ക്യാൻസൽ ആവണമെങ്കിൽ എക്സിന് വാല്യൂ എന്ത് കൊടുക്കണം? -2 കൊടുക്കണം അല്ലെ? അതിന് ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ -1. മനസ്സിലായ? ഇത് 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ -1 കൊടുക്കണം, ഇവിടെ എന്ത് ചെയ്യണം? -2 കൊടുക്കണം. അങ്ങനെ ഇവര് കണ്ടുപിടിച്ചു. ഇങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ. ഇത് ഇവിടെ വരുമ്പോ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. ആ രീതി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വലിയ വലിയ പ്രോബ്ലം വരുമ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കൺഫ്യൂഷൻ വരാണ്. ഇതാണോ സെക്കൻഡ് ഇക്വേഷൻ? എങ്ങനെ കിട്ടിയതാ? എടാ ഇവിടെ എക്സിന്റെ എക്സ് എന്ന് പറഞ്ഞ ടേം ഇല്ല ഇവിടെ,
അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈക്വൽ ടു 0. എക്സിന്റെ ടൈം ഇവിടെ എന്താ, എ എക്സും ബി എക്സും എക്സിന്റെ ടൈം ഉള്ളത്, ഇവിടെ എക്സിന്റെ ടൈം ഇല്ല, അതുകൊണ്ടാണ് ഈക്വൽ ടു 0 കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി വാല്യൂ, എയുടെ വാല്യൂ 1 ബിയുടെ വാല്യൂ -1. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. എ ഈസ് ഈക്വൽ ടു 1 അല്ല -2 അല്ലേ, എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു -1. ഇനി ഡയറക്റ്റ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇന്റഗ്രൽ ഓഫ് ഇതെന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താം, ഇത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/x+1 മൈനസ് 1/x+2. 1/x+1 എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് ആണ്, മറ്റേത് എന്ത് വരും, പ്ലസ് സി. ഏതാ അപ്പൊ ഇതെന്ന് പറയണതിന്റെ ആൻസർ ലോഗ് മോഡ് x+1 മൈനസ് ലോഗ് മോഡ് x+2 പ്ലസ് സി. ലോഗ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ, ലോഗ് a/b. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് x+1 ബൈ മോഡ് x+2 പ്ലസ് സി. ദേവന് മനസ്സിലാവും, ഉറങ്ങുന്നതാണോ ദേവനോട് ഇരുന്ന്, കാണാൻ പറ്റുന്നോ എനിക്ക്? അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തേ, ഇന്റഗ്രൽ ഓഫ് x/x+1 ഇൻറ്റു x+2. x/x+1 into x+2. ഏത് ഇക്വേഷൻ ആക്കിയാണ് യൂസ് ചെയ്യേണ്ടത്? ചെയ് ഫസ്റ്റ് വൺ. എക്സ് അങ്ങനെ തന്നെ എടുക്കട്ടെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് ഇത് ഇങ്ങനെ തന്നെ എടുക്കട്ടെ. വിച്ച് ഇസ് ഈക്വൽ ടു എഴുതിക്ക്, വേണ്ട. ഇക്വേഷനിൽ എന്തായിരുന്നു, മുകളിലത്തെ എന്ത് വരാം, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എന്നല്ലേ നിങ്ങൾ പഠിച്ചത്, അപ്പൊ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. സ്റ്റാർട്ടിങ് എന്ത് വരും, ഇന്റഗ്രൽ ഓഫ് x/x+1 ഇൻറ്റു x+2 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് a/x+1 പ്ലസ് b/x+2. എഴുത്. ഇത് ഈക്വൽ ടു ഇതാണ് കേട്ടാ, ഈ സാധനം ഇതിന്റെ ഇന്റഗ്രൽ. ഇന്റഗ്രേറ്റ് ചെയ്യട്ടാ, ഇവിടെ ഇന്റഗ്രൽ ഇട്, ഈക്വൽ ടു ഇട്. എന്തോ എക്സ് അങ്ങനെ തന്നെ ഇട്ടോ. ഇത് ഇവിടെ ഉണ്ടായിരുന്നു, ഡി എക്സ് എന്ന് പറഞ്ഞ 1 അല്ലേ, ഡി എക്സ് ബൈ ഇതെന്ന് പറയണ അവിടെ ഒരു 1 ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ ഉള്ള 1. ന്യൂമർ ഇങ്ങനെ തന്നെ ചെയ്താ. ദേവൻ ഇവിടെ വന്നിരുന്നേ, ഇവിടെ വന്നിരുന്നു. ദേവൻ ഇവിടെ വന്നിരുന്നോ, ബാബാ. കോൺസ്റ്റന്റ് ടൈം അവിടെ ഇല്ലല്ലോ, അപ്പൊ 0. 0 കോൺസ്റ്റന്റ് ടൈംസ് അപ്പുറത്ത് ഇല്ലല്ലോ.
കിട്ടിയാ? അത് ഇക്വേഷനിൽ കൊണ്ട് ഇട്ട് കൊടുത്ത് ബിയുടെ വില കണ്ടുപിടിക്കും. എന്താ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യം നമ്മൾ എക്സ്, ഇവിടെ എക്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എക്സിന്റെ ടൈംസ് ഏതൊക്കെയാ വേണ്ടത്? എ എക്സ് ബി എക്സ്. അപ്പൊ നമുക്ക് ഇനി ഇതൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു, എക്സ് കൂട്ടണ്ട, ഈക്വൽ ടു 1. ഇത് 1 ആണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. എക്സ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 1 വരും. ഇനി നോക്കിക്കേ, ഇവിടെ കോൺസ്റ്റന്റ് ടൈം എന്താ? 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താ? കോൺസ്റ്റന്റ് ടൈം ഇവിടെ എന്താ? ഇല്ല, വിച്ച് ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് ഇത് ഇക്വേറ്റ് ചെയ്ത് എയുടെ ബിയുടെ വാല്യൂ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ദേവൻ ഇപ്പൊ ഇത്ര സ്പീഡായത്? കിട്ടിയാ? ഇന്റഗ്രേറ്റ് ചെയ്തു. എയുടെ വാല്യൂ 1 ആണോ കിട്ടിയത്? മൈനസ് ചെയ്യുമ്പോ 2a മൈനസ് എ, എയുടെ വാല്യൂ മൈനസ്, ബിയുടെ വാല്യൂ എന്താ കിട്ടിയ? -1 ഇട്ട് കൊടുത്ത് ഇതിൽ കൊണ്ടേ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്ത. ഇനി ഏത് ഇക്വേഷൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 കൊടുത്ത? എ പ്ലസ് 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് ടൈം അല്ലേ ഇവിടെ 0 ഉള്ളത്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1 ആണ് കേട്ടാ. ഇത് 1 ആ. അക്യൂന അത് തന്നെ ആയിരിക്കുമല്ലോ തെറ്റിച്ച. കിട്ടിയാ? ഒരു 2 ഉണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്ത്? ഈ കോൺസ്റ്റന്റ് 2 -1. ഇതെന്താ ഡിനോമിനേറ്റർ മാറ്റിയില്ല എന്നിട്ട്? അത് കൊള്ളാം. കിട്ടി. കിട്ടിയാടാ? കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് 1/x² മൈനസ് 9. ഇന്റഗ്രൽ ഓഫ് 1/x² മൈനസ് 9. എങ്ങനെ എഴുതാം? x² മൈനസ് 9 നമുക്ക് എങ്ങനെ എഴുതാം? x² x പ്ലസ് 3 ഇൻറ്റു x മൈനസ് 3 എന്ന് എഴുതാം. എന്നിട്ട് ചെയ്യാം കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ. കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യും. ഗൂഗിൾ മീറ്റ് അല്ലേ?
ഇഷ്ടപ്പെട്ടില്ല എക്സ് പ്ലസ് ബി. ആ എന്താ എക്സിന്റെ ടൈം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. ആ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. പിന്നെ രണ്ടാമത്തെ എന്ത് കിട്ടി? 3a മൈനസ് 3. ആ മൈനസ് 3a ഈ പ്ലസ് ചെയ്തോ. പ്ലസ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആവും. 6b. എത്ര കിട്ടിയാടാ വാല്യൂ? ലാസ്റ്റ് ആൻസർ 1/6. ആ കിട്ടിയാ? എന്താ കിട്ടാന്? എടാ നീ മറ്റേ മെത്തേഡല്ലേ ചെയ്തത്? അപ്പൊ നിനക്ക് എയുടെ ബിയുടെ വാല്യൂ 3 അല്ലേ കിട്ടിയത്? ആ എത്ര വാല്യൂ എത്ര കിട്ടിയ? എക്സ്. ആ മറ്റേ മെത്തേഡ് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അതായത് നിങ്ങൾ -3 to 2 എടുത്ത് ചെയ്തതല്ലേ? മറ്റേത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതാണ് കോയിഫിഷ്യന്റ് കമ്പയർ ചെയ്യുന്ന നോക്കട്ടെ. ആ അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ax പ്ലസ് bx ഈക്വൽ ടു 0. അതായത് a പ്ലസ് b ഈസ് ഈക്വൽ ടു 0 കിട്ടും. പിന്നെ രണ്ടാമത്തെ എന്ത് വരും? -3a. ആ -3a പ്ലസ് 3b. ഇനി കമ്പയർ ചെയ്തിട്ട് സൊല്യൂഷൻ. അക്കിനെ കിട്ടിയാടാ? ആ അതെ. ദേവന് കിട്ടിയാ? കടത്തി വെച്ചാ? കിട്ടിയാടാ? കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഇന്റഗ്രൽ ഓഫ് 3x minus 2 by x plus 1 the whole square x plus 3 the into x plus 3. ഏത് ഇക്വേഷനാ അഭിര? ഏത് ടൈപ്പാ? എടുത്ത് നോക്കിക്കേ, ടെക്സ്റ്റിലെടുത്ത് നോക്ക്. ആ അതിലുണ്ടല്ലോ, എഴുതിയിട്ടുണ്ടല്ലോ. ഒരെണ്ണത്തിന് സ്ക്വയറും മറ്റേത് സാധാരണ. ടെക്സ്റ്റ് ബുക്കില് 4th ഇക്വേഷൻ കേട്ടോ. ഇതാണ് 4th വൺ. ഫോർമുല എന്ത് വരും അപ്പൊ? a by
എക്സ് മൈനസ് എ അതല്ലേ? എക്സ് മൈനസ് എ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താ? ഇത് തന്നെ ഈ സാരം. എക്സ് പ്ലസ് വൺ എക്സ് മൈനസ് വൺ എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി ബൈ മൂന്നെണ്ണം വരും അപ്പൊ കേട്ടോ. സിയും കൂടി വരും. a by x plus 1 plus b by x plus 1 the whole square plus c by x plus 3 കേട്ടോ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ് അറിയോ? 3 ഇത് വരുമ്പോ ഇതിങ്ങനെ കവർ ചെയ്ത് പിടിച്ചിട്ട് മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ ഇല്ലേ നമ്മൾ? അങ്ങനെയാലും മതി. ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ആണെന്ന് അറിയോ? ആദ്യം എനെ അവിടെ നിർത്തിയിട്ട് ഈ രണ്ട് ഡിനോമിനേറ്റർ മുകളിലോട്ട് വരും. അപ്പൊ ഇതും കട്ടായി പോകും. ഇവിടെ എ ഇൻറ്റു എ ബൈ എക്സ് പ്ലസ് വൺ, പിന്നെ എന്ത് വരും? ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ എന്താ? എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 3. അപ്പൊ ഇതിന്ന് ഒരെണ്ണം ഇതും കട്ടായി പോകും. പ്ലസ് ബി ബൈ ഇതുണ്ട്, പിന്നെ ഈ രണ്ട് ഡിനോമിനേറ്റർ മുകളിൽ വരും. അപ്പൊ ബി ബൈ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ, ഇനി ഡിനോമിനേറ്റേഴ്സ് ഏതാ? എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് 3. അപ്പൊ ഇത് കട്ടാകും, ഇത് ആ രീതിയിൽ കേട്ടോ. പക്ഷെ നിങ്ങൾ അടിയിലത്തെ സാധനം നോക്കണ്ട, ന്യൂമറേറ്റേഴ്സ് മാത്രം മതി കേട്ടോ. LCM എടുക്കണ പോലെ തന്നെ. എന്താടാ വേണമായിരുന്നു അത്. വിച്ച് ഇസ് ഈക്വൽ ടു ആദ്യം എ ബൈ എക്സ് പ്ലസ് വൺ അവിടെ കിടക്കട്ടെ, പിന്നെ ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സ് മുകളിൽ വരും. അപ്പൊ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 3. അപ്പൊ ഇതിൽ നിന്ന് ഒരെണ്ണം കട്ടാക്കാം, ഇത് കട്ടാക്കാം. എന്നിട്ട് പ്ലസ് ബി ബൈ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ, പിന്നെ ഉള്ളത് എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് 3. അപ്പൊ ഇത് കട്ടാകും, ഇത് കട്ടാകും. ഡിനോമിനേറ്റേഴ്സ് കൂട്ടണ്ട, അടിയിലത്തെ സാധനം അടുത്ത സ്റ്റെപ്പിൽ എഴുതണ്ട. പ്ലസ് പിന്നെന്താ? സി ഇൻറ്റു എക്സ് പ്ലസ് 3 എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അടിയിലത്തെ ഡിനോമിനേറ്റേഴ്സ് കൂട്ടണ്ട കേട്ടാ. ക്യൂബാ ക്യൂബാ ഡിനോമിനേറ്റർ നോക്കണ്ട. ഡിനോമിനേറ്റർ ബേസിക്കലി നമ്മൾ കൂട്ടൂല. ഏതിലാ? ഇതിലല്ലേ. പക്ഷെ ഇതിലും നമ്മൾ നോക്കുന്നില്ല, ഇവിടെ ഡിനോമിനേറ്റർ വരുന്നുണ്ട് എക്സ് പ്ലസ് 1. അപ്പൊ ഇത് നമ്മൾ നോക്കണില്ല ശരിക്കും. അത് വിട്ടാ മതി നിങ്ങള് കേട്ടാ. ഫുള്ളും ഓപ്പൺ ചെയ്ത് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം കേട്ടോ.
കിട്ടിയാടാ? ആ കോഫിഷ്യന്റ് കമ്പനി കയ്യിൽ കൊണ്ടിട്ട് കൊടുക്കും. എടാ കാണിച്ചേടാ. അവിടെ ഇതില്ല. ഇങ്ങനെ 3x - 2 × x + 1 × x + 3 + അതാണ് അവിടെ x + 1 അല്ലടാ, അവിടെ x+1 ഹോൾ ക്യൂബ് വരില്ലേ? അല്ല, ഞങ്ങൾ എടുക്കുന്ന LCM ആ LCM അല്ല. ഞങ്ങള് ലെഫ്റ്റ് സൈഡിൽ x + ഹോൾ സ്ക്വയർ എന്താ അല്ല x + 1 ഹോൾ സ്ക്വയർ x + 3 അതെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയായിരിക്കും. മനസ്സിലായില്ല. ഞങ്ങള് LCM ഇവിടെ എത്തും. ഈ ഡിനോമിനേറ്റർ വെച്ച് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ LHS ഡിനോമിനേറ്റർ മൊത്തം ക്യാൻസൽ ആയിപ്പോ അവസാനം 3x - 2 മാത്രം കാണത്തുള്ളൂ. ഇപ്പൊ അതും ഇത് വെച്ച് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കും. അപ്പൊ അത് ഇതും കട്ടായി പോകും. അതല്ലേ അവസാനം ഈ വാല്യൂസ് കിട്ടും. അങ്ങനെ ഇവര് പറഞ്ഞെന്താടാ, ഈ ഒരു ഡിനോമിനേറ്റർ ഈ സാധനം ഇല്ലേ x+1 ഹോൾ സ്ക്വയർ + x+1 അത് വെച്ചിട്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം ഓരോ ടൈമിന്. കേട്ടാ? അപ്പൊ എങ്ങനെ വരും? ഓരോ ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതേ ഇൻറ്റു ഇത് ഇല്ല, അവിടെ ആ ലാസ്റ്റത്തെ മാത്രമേ വരുള്ളൂ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ലാസ്റ്റത്തെ ഇത് കട്ടായി പോകും. അപ്പൊ നോക്കിക്കേ, a/x+1 x+1 ഹോൾ സ്ക്വയർ x+3. അപ്പൊ ഇത് കട്ടാവും, ഇത് പോകും. പ്ലസ് b/x+1 ഹോൾ സ്ക്വയർ x+1 ഹോൾ സ്ക്വയർ x+3. ഏതാടാ? x+1 ഹോൾ സ്ക്വയർ x+3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ഇവിടെ ഒരു x+1 ഹോൾ സ്ക്വയർ ഇല്ലേ ബീഡ, അതും കട്ടായി അതും കട്ടായി. അതിങ്ങനെ ഇത് LCM എടുക്കണല്ലേ, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ വരും. ഇല്ലില്ല, ലാസ്റ്റത്തെ തെറ്റാ. എടാ അക്വിൻ, ഈ ഒരു സാധനം വെച്ചിട്ട് ഓരോ 10 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചെയ്താണ്ട് അപ്പൊ ഇതും കട്ടാവും ഇതും കട്ടാവും. അപ്പൊ ലാസ്റ്റ് വരുന്നത് a × ക്യാമറ ഇനി ചെയ്ത് ഓരോ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. 5/2 ആണോ? 5/2 എന്താ? a എന്താ? a 11/4 ആണല്ലോ എഴുതിയിരിക്കണം. 11/4 5/2 + 3. ഇതെങ്ങനെ രണ്ടും 5/2 വന്നടാ?
ഇതിൽ ഒരെണ്ണം ഉള്ളല്ലോ. അല്ല എ ബി 2 11/4 വരുന്നുണ്ട്. നിനക്ക് അങ്ങനെയാ കിട്ടിയ? ഏടെ വാല്യൂ ഞാൻ ഇവിടെ നിന്ന് നോക്കി ചെയ്തത് ബാക്കിയുള്ള എവിടെ കാണിച്ച്? ഏടെ വാല്യൂ എയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചതാണ്. എയുടെ വാല്യൂ 11/4. എയുടെ വാല്യൂ എയുടെ വാല്യൂ 11/4, ബിയുടെ വാല്യൂ -5/2, സി -11/4. ബി -5/2, സി -11/4, എയും -11/4 തന്നെ കിട്ടും. എന്നിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൻസർ കിട്ടും. എവിടെ ഇതൊക്കെ ഇതുണ്ടോ? ആ എടാ ഇത് നോക്കുകെ, a/, ഇതല്ലേ, ഇത് പ്ലസ് അല്ലേ, പ്ലസ് അല്ലേ. ഇനി ഈ സാധനത്തിനെ കൊണ്ട് ഫസ്റ്റ് ടേം ആയിട്ട് മൾട്ടിപ്ലൈ മുകളിൽ, അതാണ് ചെയ്തേക്കണം. മനസ്സിലായ? ഇപ്പുറത്തെ സാധനത്തിനാ. മനസ്സിലായ? ആ, അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് ഇല്ലേ, ഇത് ഈ സാധനം വെച്ചിട്ട് ഈ ഫസ്റ്റ് ടേമിൽ മൾട്ടിപ്ലൈ ചെയ്ത്, ഇനി ഇതേ സാധനം വെച്ച് ഈ സാധനം വെച്ചിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇതും കട്ടായി ബാക്കി x+1 x+3 പ്ലസ് ബി ഇൻറ്റു ബിയുടെ അടിയിൽ എന്തെങ്കിലും ഉണ്ട്, x+1 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും x+1 ഹോൾ സ്ക്വയർ x+3 ഹോൾ സ്ക്വയർ, ഇതും കട്ടായി പോയി. പ്ലസ് സിയുടെ താഴെ സി x+3 ആണ്. ഈ സാധനം വെച്ചിട്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും കട്ടാവും. ബാക്കിയുള്ള സാധനങ്ങളാണ് ചെയ്തേക്കണം. ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത് x ഇൻറ്റു എക്സ് x² ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ബാക്കി സാധാരണ പോലെ കിട്ടിയാ? ഇല്ലേ? ഇത് സോൾവ് ചെയ്താ ഇല്ലേ? എന്താ മനസ്സിലാത്ത? ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കും. കിട്ടിയാ? ചെയ്യണേ ദേവൻ കഴിഞ്ഞാ? കിട്ടണില്ലേ? ഇവിടെ എന്താ ഇപ്പുറത്തെ സൈഡിൽ എന്തായിരുന്നു? എയുടെ വാല്യൂ എ എന്ന് പറയുന്നത് എക്സ് അല്ലേ, ax പ്ലസ് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരില്ലേ, അപ്പൊ എക്സ് സ്ക്വയറിന്റെ ടേം ആകും. മനസ്സിലായ? അപ്പൊ x² ടേം അവിടെ ഇല്ല. എന്താ മനസ്സിലാവാ? ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായ? ഇനി ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്താ ഇനി x² ടേംസുകൾ എടുത്തേരിക്കും. ആദ്യം ax² ഉണ്ട്, cx² ഉണ്ട്. ഇവിടെ x² ടേം ഇല്ല. അപ്പൊ a + c = 0. അതൊരു ഇക്വേഷൻ. പിന്നെ എക്സിന്റെ ടേം എന്തൊക്കെയുണ്ട്? 4x ഉണ്ട്. 4x ആണോ ഇത്? ഇതെന്ത് സാധനം? ഇതെന്താണ് ഇത്? 4x ഉണ്ട്. പിന്നെന്താ എക്സിന്റെ ടേം? bx. എക്സിന്റെ ടേം 2c. അപ്പൊ അത് ഈക്വൽ ടു എക്സിന്റെ ടേം എന്താ ഇവിടെ? 3. കോൺസ്റ്റന്റ് എന്താ? -2. കോൺസ്റ്റന്റ് ടേമുകൾ എന്തൊക്കെയാണുള്ളത് ഇവിടെ? 3 മൾട്ടിപ്ലൈ എന്തോരോടാ? 3a. അപ്പൊ 3a പ്ലസ് അത് ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേമുകൾ ഈക്വൽ ചെയ്യാം. ആൻസർ കണ്ടുപിടിക്കാം. കിട്ടിയാ എയുടെ വാല്യൂ? കിട്ടിയില്ലേ? കഴിഞ്ഞൊരു 7.4 തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യട്ടാ. ടെക്സ്റ്റ് ബുക്കില്ലേ? ക്വസ്റ്റ്യൻ എനിക്ക് ഒരു മിനിറ്റ് പറഞ്ഞേ. 3x - 1 ഇതുപോലെ തന്നെ ഇവിടെ ഇത് ആദ്യം ഇവിടുത്തെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിൽ കോൺസ്റ്റന്റിന്റെ ഉണ്ടാവില്ല പറഞ്ഞില്ല. കോൺസ്റ്റന്റ് അപ്പൊ എന്ത് വരും? ഇത് c ന്റെ a² + 2ab + b². എന്നിട്ട് വേണം ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ കോൺസ്റ്റന്റ് ടൈം എന്തൊക്കെ വരും? കോൺസ്റ്റന്റ് കമ്പയർ ചെയ്ത് കോൺസ്റ്റന്റ് ഇവിടെ -2 അല്ലേ. അപ്പൊ ഇതെന്താ? 3 അല്ലേ. അപ്പൊ 3a പിന്നെ പ്ലസ് 3b ഇവിടെ ഉള്ള കോൺസ്റ്റന്റ് പ്ലസ് c = -2. ഇതുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇട്ട് കൊടുത്തിട്ട് കിട്ടണമെന്ന് കിട്ടിയായിരുന്നത്.
തെറ്റിന്നാണ് പറഞ്ഞത്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യും. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേടാ? അതെന്ത് വെച്ച് ഇക്വാറ്റ് ചെയ്യണം? a² + 2ab + b² വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ. ഇവിടെ എന്താ -1 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ മൊത്തം 0 ആവും. അങ്ങനെ ഈ ഇക്വേഷനും 0 ആയി പോകും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ. ഏതെങ്കിലും ഈ എ കണ്ടുപിടിക്കാൻ ഞങ്ങൾ അവിടെ ചെയ്ത് തന്നെ. ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇക്വേഷൻ ഫോം ചെയ്യല്. അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഈ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കും. ഓപ്പൺ ചെയ്തിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എയുടെ ബിയുടെ ഇത് കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കണായിരിക്കും നല്ലത് കേട്ടോ. കിട്ടിയാടാ? ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതാ? എനിക്ക് ഇതിനെക്കാട്ട് ഇഷ്ടം ഇതാ ചെയ്യണം. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ കൊറേ ആലോചിക്കണ്ടേടാ. ഇതിൽ ഏതെങ്കിലും കമ്പയർ ചെയ്താ? a = 11/4. എ കിട്ടിയില്ലേ? 11/1. അത് രണ്ടാമത്തേത് അവൻ ചെയ്യണത്. അവള് ഫസ്റ്റ് ചെയ്യണം. നീ എന്നിട്ട് അവളെ കൂടി തെറ്റിക്കാൻ നടക്കണം. കിട്ടിയാ? A 11/4. ഇത് ചെയ്യുമ്പോ ശ്രദ്ധിച്ച് ചെയ്യണം. കോഎഫിഷ്യന്റ് മാറിപ്പോയാൽ ആൻസർ ആയിട്ടു കേട്ടോ. 11/4 കിട്ടിയത് അവൻ. c² ആടാ. തലക്കിട്ടേക്കോട്ടു. c² എങ്ങനെ വന്നേടാ? സി പുറത്തിട്ടാ. അപ്പൊ x² അല്ലേ വരുവുള്ളൂ. അകത്തോട്ട് എടുക്കണ്ട. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, x + 2 ഹോൾ സ്ക്വയർ. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് സി അകത്തോട്ട് എടുത്താൽ മതി. ഇത് കിട്ടിയാടാ? കുറച്ച് ക്ഷമ വേണം കേട്ടോ ദേവൻ, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. വീട്ടില് അത് നടക്കൊന്നുമില്ല. എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ്ട്? ഇത് x² കോയിഫിഷ്യന്റ് ആണ്. ഇതെന്താ a ഉണ്ടാ? 4a b 4a + b + 2c = 3. എന്തേന്ന് 5 ഇല്ലേടെ ഇവിടെ? ഹോൾ സ്ക്വയർ റേസ്ഡ് 5 അല്ലേ? അത് 5 ഫ്രണ്ടിലോട്ട് എഴുതിട്ട് എഴുതാട്ടോ. പ്ലസ് ഇതും അതുപോലെ തന്നെ ആ സ്ക്വയർ മാറ്റിട്ട് എഴുതാം. അത്രയും മതി. ഇങ്ങനെ ബൈ ആക്കി എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഒറ്റ ലൈനിൽ സ്ക്വയർ log 4x + 3 അങ്ങനെ എഴുതാല. log a raised to x എന്ന് പറയുന്നത് log xa ആ രീതിയിൽ അല്ല, x log a. അല്ലല്ല, അവര് ഇതിൽ നിരത്തി എഴുതിയേക്കണം. അവിടെ ദേടാ, ഇതാണ് ഫൈനൽ ആൻസർ ഇവിടെ വന്നേക്കണം. നോക്ക്. ഏത്? അതാണ് ഇതില് നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണം. ഇത് ഓപ്പൺ ചെയ്താ എന്നിട്ട് എന്താ കിട്ടാഞ്ഞ? അപ്പൊ എന്ത് കിട്ടും? ax പറഞ്ഞേ. x²
ആ നിക്കട്ടാ 4x അല്ലേടാ വന്നത് ഇതല്ലേ ആ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇതാ ഇതാ ഇതെങ്ങനെ ആ ഇതല്ലേ നോക്കിക്കേ എക്സ് സ്ക്വയറിന്റെ ടൈം ഏതൊക്കെയാ ഉള്ളത് എക്സ് സ്ക്വയറിന്റെ ഇത് അല്ലെ വേറെ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടോ ഇല്ല അപ്പൊ a പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്ത് വരും 0 കേട്ടോ ഇനി എക്സിന്റെ ടേം 4a പിന്നെന്താ പ്ലസ് ബി പ്ലസ് 2c ഈക്വൽ ടു എന്ത് വരും 3 ഇനി കോൺസ്റ്റന്റ് ടൈം എന്തൊക്കെയുള്ള 3a പ്ലസ് 3b പ്ലസ് c ഈക്വൽ ടു -2 ഇങ്ങനെയല്ലേ ചെയ്തത് എന്നിട്ട് ഇത് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താ ആ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താ എന്തായി മറ്റേത് കിട്ടിയാ എവിടെ കാണിച്ച ഇന്റഗ്രേറ്റ് ചെയ്താ കിട്ടിയാടാ കിട്ടിയാ ഇല്ലെന്നാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് എന്റെ വിഷമങ്ങള് എന്താടാ വേറെ എന്തെങ്കിലും കത്തി ഓർത്തിട്ടുണ്ടോ അതടുത്ത ക്വസ്റ്റ്യൻ ചെയ്താ അഭിര ഒരു മിനിറ്റ് കൈ മാറ്റി എങ്ങനെ സോൾവ് ചെയ്യാം അഭിരാമി ഇത് സെക്കൻഡ് ഇക്വേഷനാ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം ആ നിങ്ങൾ 7 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എക്സൈസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എവിടെ ആദ്യം ചെയ്യണം 7th ക്വസ്റ്റ്യൻ
എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 കിട്ടിയാ മറ്റേന്റെ. നിങ്ങൾക്ക് മറ്റേത് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. ഇനി അത് കിട്ടാത്ത വർഷം ഇങ്ങനെയും ചെയ്യാം. ഇതിലുണ്ടല്ലോ വേറൊരു രീതിയിലും ചെയ്യാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾ മറ്റേത് ഇക്വേഷൻ ഫോം ചെയ്ത് വെക്കുക ഫസ്റ്റ്. കട്ടയിലൊക്കെ കളഞ്ഞാ ഇത് നോക്കണ്ട. ഇനി എ ഇൻറ്റു എക്സ് മൈനസ് 1 അത് അടുത്ത് എഴുതാം. പിന്നെ അത് ആ സ്റ്റെപ്പിലോട്ട് ഇരിക്കും. എടാ അക്കിനോട് ശ്രദ്ധിച്ച മറ്റേ അവന്മാര് ചെയ്യണ രീതി എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 3x മൈനസ് 1 ഈക്വൽ ടു. ഇനി ഇവര് ചെയ്യണ എക്സിന് ഇവിടെ ഇക്വേഷൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? എക്സിന് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം അല്ലെ? അപ്പൊ എക്സിന് 2 കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താവും? 3 ഇൻറ്റു 2 മൈനസ് 1 എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 6 മൈനസ് 1 5. അപ്പൊ മൊത്തം ഇക്വേഷൻ എന്താവും? ഈ ഇക്വേഷൻ മൊത്തം 0 ആവും. പിന്നെ ഉള്ളത് എന്താവും? ഇത് അവിടെയും 2 കൊടുക്കാം. എന്നിട്ട് ഇവിടെ എല്ലാത്തിനും 2 കൊടുക്കുക എക്സിന്. എന്നിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കുക. അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 2 ആ ഇക്വേഷൻ 0 ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 കൊടുക്കുക. ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ 0 ആക്കണ രീതിയിലുള്ള വാല്യൂസ് കൊടുക്കണം. ആദ്യം എക്സ് ഈക്വൽ ടു 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 1 ഇത് 2 കിട്ടും. ഈ ഇക്വേഷൻ എന്താവും? 1 കൊടുക്കുമ്പോഴത്തേക്കും മൈനസ് എ പിന്നെ അതെങ്ങനെ വരും എന്നുള്ളത് നോക്കിയിട്ട് അത് എഴുതിക്കൊന്നു. അവന്മാരങ്ങനെ ചെയ്തത്. എക്സ് ഈക്വൽ ടു 1 കൊടുത്ത്. അപ്പൊ മൊത്തം ഇക്വേഷൻ എങ്ങനെയാവുന്ന നോക്കിക്കേ. എക്സിന് 1 കൊടുക്കുമ്പോൾ ഈ രണ്ട് ഇത് എന്തായാലും മൊത്തം 0 ആയിപ്പോ. ഇതും 0 ആയിപ്പോ. പിന്നെ ഇത് മാത്രമേ വരുള്ളൂ. ഇതും 0 ഇതും 0. ബാക്കിയുള്ള വാല്യൂ ചെയ്തിക്കേ. കുറ്റം കിട്ടും. 1 കൊടുക്കുമ്പോ എന്താടാ? 1 മൈനസ് 3 എന്താ? മറ്റേത് മൊത്തം 0 ആയിപ്പോയി. ഇനി ഇതെന്താ? മൈനസ് 1 മൈനസ് 2 എന്താവും? പ്ലസ് 2a. അപ്പൊ 2 ഈസ് ഈക്വൽ ടു 2a. ഇനി ഏറെ വരെ കണ്ടുപിടിക്കാലോ. എ എന്താണ്? 2/2 1. ഇനി അടുത്ത് എന്ത് കൊടുക്കാം? ഏതെങ്കിലും ഇക്വേഷൻ നമ്മൾ എഴുതിയല്ല. ബി. ഇനി അടുത്ത വാല്യൂ കൊടുക്കാം. അടുത്തത് ഈ രണ്ട് എക്സിന് 2 കൊടുക്കുമ്പോ ഇതും 0 ആയിപ്പോ ഇതും 0 ആയിപ്പോ. അപ്പൊ ബിയുടെ വാല്യൂ കിട്ടും. അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അക്കിന് മനസ്സിലായ? അരുന്ധതിക്ക് മറ്റേ മെത്തേഡ് പറഞ്ഞോ അവന്മാര് ചെയ്യണത്? മെനക്കേട് കുഴപ്പമില്ല അത് അല്ലേ? കുറച്ചും കൂടി ആവുമ്പത്തേക്കും ചെറിയ ചെറിയ പ്രോബ്ലത്തിനൊക്കെ അത് എളുപ്പമാണ്. കുറച്ചും കൂടി ചെയ്താ ഇങ്ങനെ ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മറ്റേ ചെയ്തേ 7th ക്വസ്റ്റ്യൻ ചെയ്താ. ദേവൻ എന്തെങ്കിലും എഴുതി വെച്ചാലേ പാസ് ആവുള്ളൂ. എന്താ പറയണത്? എന്റെ കണ്ണ് കറന്നിരിക്കണ എവിടെ? ഇതൊക്കെ എന്താടാ? എവിടെ? അഭിരാമിന് മറ്റേ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ല തീർത്തിട്ട് എവിടെ? ട്രൈ ചെയ്ത് നോക്ക്. വെറുതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇക്വേഷൻ വരെ മനസ്സിലായില്ലേ എനിക്ക്? ആ ഇക്വേഷൻ വരെ ഇത് നോക്കിക്കേ. ഈ ഇക്വേഷനാ ഇവിടെ ബിയും ഇവിടെ 3b ഉണ്ട്. ഈ ഇക്വേഷന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരെ ഇക്വേഷൻ? 12a പ്ലസ് 3b പ്ലസ് 6c കിട്ടും. എന്നിട്ട് നോക്കിക്കേ ഫസ്റ്റത്തെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടും. അതും ഇതും കൂടി സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇക്വേഷൻ സോൾവ് ചെയ്തിരിക്കും. നിങ്ങൾ 10th തുടങ്ങി പഠിക്കണല്ലേ?
ഏതാ എ ബൈ ഇത് ഏതാ ചെയ്യണം? 7th ക്വസ്റ്റ്യൻ കേട്ടോ. കിട്ടിയാ? ഇല്ലാന്നാ കിട്ടിയെന്നാ? എവിടെ കാണിച്ച് തുറന്ന്? എടാ നിന്റെ മുഖം കാണാൻ പറയാൻ നിനക്ക് കിട്ടിയിട്ടില്ലാന്ന്. നീ എന്റെ അടുത്ത് ഇവിടെ പറക്കരുത്. കാണിക്ക്. ഇനി ഇത് മൈനസ് ചെയ്തേ. മൈനസ് ചെയ്യുമ്പോ ബിയുടെ ടൈം എലിമിനേറ്റ് ആവില്ല അവിടെ നിന്ന്. എന്നിട്ട് അപ്പൊ വേറൊരു ഇക്വേഷൻ കിട്ടും. 12 മൈനസ് എന്താ? 9. 9 പ്ലസ് 5c ഈക്വൽ ടു അപ്പുറത്ത് എന്ത് വരും? ഇവിടെ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ എന്തായിരുന്നു? അവിടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ എന്താ? 9 മൈനസ് 2 അതും കൂടി ചെയ്യണേ. ഇപ്പോഴത്തെ രണ്ട് 0 അല്ലല്ലോ. ഈക്വൽ ടു അതിനും കൂടി മൾട്ടിപ്ലൈ ചെയ്തേ 3 വെച്ച്. രണ്ടാമത്തെ ഇക്വേഷനാണ് അതന്നെ. 3 പിന്നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 9. രണ്ടാമത്തേല് അത് തന്നെ -2 തന്നെ. 9 മൈനസ് 2 9 മൈനസ് -2 അപ്പൊ എന്ത് വരും? ഇനി ഫസ്റ്റ് ഇക്വേഷൻ ഇതും കൂടി സോൾവ് ചെയ്യുമ്പോ ഇവിടെ a പ്ലസ് c ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. എന്ത് വെച്ച് മൾട്ടിപ്ലൈ വേണം? അത്ര വരെ ചെയ്താൽ 6 മാർക്കാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല നമ്മള്. 6 മാർക്കാണെങ്കിൽ 2.5 മാർക്ക് കിട്ടും. ബാക്കി ചെയ്യാലോ. ഇത്ര ലാസ്റ്റത്തെ 2 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ. എയുടെ വാല്യൂ കിട്ടി. ഇനി ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു, സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇതിൽ കൊണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇന്റഗ്രേറ്റ് ചെയ്യണേന് ഉണ്ടാവും 2-3 മാർക്ക്. 2 മാർക്കെങ്കിലും ഉണ്ടാവും. കിട്ടിയാ? ഏതാ? ഏത് ക്വസ്റ്റ്യനാ? ബിയുടെ വാല്യൂ കിട്ടിയില്ലേ ഇതിന്? ബി എന്താ കിട്ടിയാവും മാർക്ക്? ബി -5. എന്താ എഴുതിയേക്കണ? പ്ലസ് ആണോ എഴുതിയേക്കണ? ഇല്ല, ഇത് പ്ലസ് ആണോ എഴുതിയേക്കണ? -1 പ്ലസ് 5 എന്ന് പറയണ +6 എന്ന് പറയണ എന്താ? 5 അല്ലേ? ബിയുടെ വാല്യൂ -5. ആണ് ഇക്വേഷൻ. എന്താ എഴുതേക്കണം? മൈനസ് അല്ല എഴുതേക്കണം. 6a ഇതിവിടെ മൈനസ് ഇല്ലല്ലോ. b -2b അല്ലേ? അപ്പൊ എന്ത് വരും? b -2b. എന്തായാലും ഒരു ഇക്വേഷൻ. എന്താ പ്ലസ് ചെയ്ത് 2 ഇക്വേഷൻ. -5 + 3 -2 7 0. ഇനി എന്താ ചെയ്താ? അപ്പൊ ഇവിടെ എങ്ങനെ മൈനസ് വന്നു?
ഇത് ഇതിന്റെയൊക്കെ തെറ്റ് കണ്ടുപിടിക്കാൻ തന്നെ കാണാൻ മണിക്കൂർ. ആ 7th ക്വസ്റ്റൻ അല്ലേ ഞാൻ പറഞ്ഞ ബി എക്സ് പ്ലസ് സി ബൈ. അപ്പൊ അത് ബി എക്സ് പ്ലസ് സി തന്നെ എടുക്കാം. പിന്നെ അവരെന്താണ് എ ബൈ എക്സ് മൈനസ് 1 എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അത് ഇറങ്ങാം. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു ആ അങ്ങനെ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഇനി ചെയ്തു. എ മൈനസ് സി ഈസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയറിന്റെ ടൈമാ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. അതും കൂടി വന്നില്ലേ? ആ അതും കൂടി എഴുതിയിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. ഇനി അതിൽ നിന്ന് കണ്ടുപിടിച്ചോ. ചെയ് എന്തിനാ എന്തിനാ കോയിനാ എന്ത് എന്തിയാ നമ്മള് ക്രിപ്റ്റോ കറൻസി വെച്ച് കിട്ടിയാ? ഇപ്പൊ പ്ലസ് അല്ലേ ഇതേക്കണം? ബിയുടെ വാല്യൂ ചോദിച്ചോ അവന്മാരുടെ അടുത്ത്? -5. മറ്റേ മെത്തേഡ് കൂടി പറഞ്ഞു തരട്ടെ? ഞാൻ പറഞ്ഞായിരുന്നോ ക്ലാസ്സിൽ? ഇത് എവിടെയെങ്കിലും സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ ഇതുപോലെ വരും. അതാ പ്രശ്നം. ഓക്കെ, ഇതുവരെ ഇക്വേഷൻസ് ഇവിടെ വരെ സോൾവ് ചെയ്യാം. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ. ഈ ഇക്വേഷൻ നോക്കാം കേട്ടോ. ഇവിടെ വരെ കിട്ടാം. പിന്നെ നോക്കിക്കേ, ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോഴത്തേക്കും എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഏതൊക്കെ ടേംസ് 0 ആയി പോകും? ഇത് 0 ആയി പോകും, ഇതും 0 ആയി പോകും. ബാക്കി എന്താ പറഞ്ഞാൽ ഇത് അല്ലെ? അവിടെ എന്ത് വരും? എ ഇൻറ്റു 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 2 മൈനസ് 1. പിന്നെ ഇവിടെ 1 മൈനസ് 2. അപ്പൊ ഇവിടെ എന്താവും? വിച്ച് ഇസ് ഈക്വൽ ടു 3 മൈനസ് 1 2. ഇതെന്ന് പറയണത് 2a ഈസ് ഈക്വൽ ടു 2. എ അതിന് 2/2 1. പിന്നെ അടുത്ത് നോക്കിക്കേ, എക്സിന് 2 കൊടുക്കുമ്പോൾ ഏതൊക്കെ ഇക്വേഷൻസ് മനസ്സിലാവും? ഇതും പോകും ഇതും പോകും. അപ്പൊ അതിൽ നമുക്ക് ബി കിട്ടും, പിന്നെ സിയും കിട്ടും. മനസ്സിലായി? ഇത് എളുപ്പമാണ് കേട്ടോ. കൺഫ്യൂഷൻ വരുമ്പോൾ മറ്റേത് ചെയ്യുമ്പോൾ അക്യൂറസി ഭയങ്കര വേണം. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടാവും. മൾട്ടിപ്ലൈ ചെയ്തതിനാ ആഡ് ചെയ്തതിന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവും. എടുത്ത സൊല്യൂഷൻസും ഇത് 4a പ്ലസ് 14b ഈസ് ഈക്വൽ ടു 6. ഏത്? ആ എന്നാലും കുഴപ്പമില്ലല്ലോ. 14b ഇപ്പുറത്തെ ഏതില്ലേ? 3 6. 4a മൈനസ് ബി ഈസ് ഈക്വൽ ടു -1. ബിയുടെ വാല്യൂ -5 വരേണ്ടത്. ഇവിടെ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവും, അതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും. അത് ഞാൻ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതിപ്പോ ഇത് വെച്ച് തന്നെ കിട്ടിയ ഫോർമുല ഏതാ? എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി. ആ ഇക്വേഷൻ ബി എക്സ് പ്ലസ് സി. ആ ആ ഇവിടെ രണ്ടാമത്തെ സാധനത്തിന് ഏതാണ്? അത് കൊടുക്കണം. ആ അത് സ്ക്വയറിന്റെ ടൈം എന്താ അതിന്റെ അകത്ത്? അപ്പൊ അത് വേണം അതിന്റെ അടിയിൽ ഇടാൻ കേട്ടോ. ആ സ്ക്വയറിന്റെ ടൈം വേണം ബിയുടെ അടിയിൽ ഇടാൻ കേട്ടോ. മറ്റേത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വരുള്ളൂ കേട്ടോ. ഏടെ താഴെ 7th ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ഏത് ഇക്വേഷൻ വേണ്ടത്? ഇക്വേഷൻ നോക്കിക്കേ. ആ ഇക്വേഷൻ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാ. നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ട് അവിടെ. നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് 1. അത് വേണം അതിന്റെ താഴെ വരാൻ കേട്ടാ.
ആ അതെ. ഇതെന്താ ഇങ്ങനെ ഇട്ട് വെച്ചേക്കണം ഇന്റഗ്രൽ? പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റേ ചെയ്യണ്ടേ? ആ വരും. ടാനോ? ആ ടാൻ വരുന്നുണ്ട്. ആ അതെന്താ മറ്റേ 1/x² + 1 ഇന്റഗ്രല്. അത് നേരത്തെ കുറച്ചുകൂടി പഠിക്കണമായിരുന്നു. ലോഗല്ലല്ല, 1/x² + 1 എന്ന് പറയുന്നതിന് ഇക്വേഷൻ ഇല്ലേ ഇന്റഗ്രലിന്റെ? ടാൻ ഇൻവേഴ്സ്. ആ അതെ, 1/2 ടാൻ ഇൻവേഴ്സ് x. ഇതിന് മുന്നത്തെ ഫോർമുല. എയുടെ വാല്യൂ പറയാനാ? അതെ, അപ്പൊ നീ എന്തിനോട് എടുത്തിരിക്കണം? A1/2. ആ അതാണ് നീ ഇപ്പൊ ചെയ്തിട്ട് പറ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം എയുടെ വാല്യൂ എന്താണ്. എയുടെ വാല്യൂ ഇട്ടില്ല, ഇനി അത് വെച്ചിട്ട് ഈയുടെ വാല്യൂ ഇട്ടിരിക്കും. എന്താടാ സമയം എത്രയാടോ? 6 മണിയായോ? പെട്ടെന്ന് പോണേ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാ അത്? മറ്റേ ക്വസ്റ്റ്യൻ ചെയ്താ? അടുത്ത ക്വസ്റ്റ്യൻ താണ്ടെ കിടക്കും. അത് ഇതുപോലെ തന്നെ. അഭിരാം മറ്റേത് കഴിഞ്ഞില്ലേടാ? അത് 6 മാർക്കിന്റെ ആണെങ്കിൽ ഒരു 2.5 മാർക്ക് എഴുതി. 4 മാർക്ക്. ലാസ്റ്റ് 2 മാർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണേനായിരിക്കും. അവിടെ വരെ കിട്ടി കഴിഞ്ഞാൽ 6 മാർക്കിന് വെച്ച് 4 മാർക്ക് കിട്ടും. 6 മാർക്കിന്റെ ഇല്ലല്ലോ നിങ്ങള്? 5 ആണെങ്കിൽ 2.5 മാർക്ക് കിട്ടോടോ. ഇങ്ങനത്തെ ചോദിക്കൂല. അഭിര അടുത്ത ചെയ്തേ. നിങ്ങൾ 8ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത്. നീയൊക്കെ പെട്ടെന്ന് ചെയ്താണ്. ഇവളുമാരൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല, വരണേ ഉള്ളവര്. അതുവരെ നിങ്ങൾ ഇരുന്ന് വർത്താനം പറയണല്ലേ, അതുകൊണ്ടാ. ആ കിട്ടിക്കഴിഞ്ഞാ എയുടെ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം അവിടെ. അപ്പോ നിക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ ബ്രാക്കറ്റ് പുറത്തെടുത്താ മതി. ഇപ്പൊ A/, ഇതല്ലേ? അപ്പൊ എയുടെ വാല്യൂ എന്താ? ഇപ്പൊ 1/2 1/x - 1 ഇന്റഗ്രല് പ്ലസ് ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. ഈ സാധനം സ്പ്ലിറ്റ് ചെയ്യാം. bs + c എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. എന്തോ അതൊക്കെ ബിയുടെ വാല്യൂ എന്താ കിട്ടിയത്? -1/2 ആ. അപ്പൊ -1/2 ഇന്റഗ്രൽ പിന്നെന്താ x അല്ലേ? അപ്പൊ x അങ്ങനെ തന്നെ ഇട്ടോ. x/x² + 1. പിന്നെന്താ സിയുടെ വാല്യൂ എന്താ? 1/2 പ്ലസ് 1/2 പിന്നെന്താ ഇന്റഗ്രൽ ഓഫ് 1/x² + 1. കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ അത് 3x - 1. ചെയ് അവൻ വരാതിരിക്കണം. x - 3 മറ്റേതുപോലെ തന്നെ.
values ആദ്യം കണ്ടുപിടി, എന്തൊക്കെ values substitute ചെയ്ത് എന്തൊക്കെ cancel ആവുമെന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് substitute ഇത് മറ്റേ step മറ്റേ method കാണുന്നില്ലേ? അഭിരാ ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് ചെയ്യാനൊരു എളുപ്പവഴിയുണ്ട്. മറ്റേ അവന്മാര് പറഞ്ഞ പോലെ ഇവിടെ എക്സിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ ഇക്വേഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കഴിഞ്ഞ എക്സിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോ ഏതൊക്കെ ഇക്വേഷൻസ് ക്യാൻസൽ ആവും? ആ ഇവിടെ എന്താവും? ഇതെന്താവും? 0 ആയിപ്പോ. ഈ ടൈം മൊത്തം പോവും അല്ലെ? ഇവിടെ എന്താവും? ആ ടൈം മൊത്തം. അപ്പൊ എക്സിന് നമ്മൾ എന്ത് കൊടുക്കണേ? 1 കൊടുക്കണേ. അപ്പൊ എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോ ഇതെന്താവും? 3 into 1 minus 1 എന്ത് കിട്ടും? 2 കിട്ടും. 2 is equal to ഇതെന്താവും? a into 1 minus 2. 1 minus 2 minus 1 minus 1 into ഇതാ 1 minus 3 minus 2. അപ്പൊ minus 1 into minus 2 2 അല്ലേ? അപ്പൊ a into 2 എന്ന് കിട്ടും. ഇത് ഏതാണെന്ന് പഠിക്കാലോ. a is equal to 2/2 equal to 1. ഇത് നോക്കിക്കോ. അടുത്തത് x equal to 2 കൊടുക്കുമ്പോ ഏതൊക്കെ ഇക്വേഷൻ ക്യാൻസൽ ആയി പോകും? ഇത് പോവും, 0 ആയി പോകും മൊത്തം. ഇതെന്താവും? അതും 0. അപ്പൊ ഇതെന്താവും? 3 into 2 minus 1 എന്ത് വരും? 5. അപ്പൊ 5 is equal to എന്ത് വരും? ഇവിടെ എന്ത് വരും? b into 2 minus 1 1. 2 minus 3 minus 1. അപ്പൊ b into minus 1. b യുടെ വാല്യൂ എന്ത് കിട്ടും? b is equal to minus 1. മനസ്സിലായ? ഇനി അടുത്ത ഏത് കൊടുക്കണം? എക്സിന് ആലോചിച്ച് നോക്ക്. എന്ത് കൊടുത്താലാണ് ഇക്വേഷൻസ് ക്യാൻസൽ ആയി പോണെന്ന് ആലോചിക്ക്. 2 കൊടുത്തല്ല, ഇഷ്ടമുള്ള ക്യാൻസൽ ആക്കിക്കോ. ഇപ്പൊ കൊടുക്കുക വാല്യൂ കൊടുക്കണ്ട, അല്ലാത്ത വാല്യൂ കൊടുക്കും. എക്സിന് 1 കൊടുത്തപ്പോ ഇത് കൊടുത്ത്. എടാ ഇവിടെ നിന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ ഏത് വാല്യൂ കൊടുത്താ 0? 3 കൊടുക്കാം. അപ്പൊ ഏത് ഇക്വേഷൻസ് ക്യാൻസൽ ആവും? ഇതും ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും. അപ്പൊ ഇവിടെ എന്ത് വരും? 3 into 3 9. 9 minus 1 8. 8 is equal to എന്ത് തന്നെ? ഇത്. അപ്പൊ എന്ത് വരും? 3 minus 1 2 അല്ലേ? ഇതാ 1. അപ്പൊ എന്താ? c is equal to എന്ത് വരും? 2c is equal to 8. c is equal to ഇങ്ങനെ കണ്ടുപിടിക്കാം കേട്ടാ. അപ്പൊ എയുടെയും പിയുടെയും സിയുടെയും വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യാ? ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ ആദ്യത്തെ ഇക്വേഷനിൽ. അതറിയാലോ, a by ഇന്റഗ്രേറ്റ് ചെയ്തേ വേഗം. എന്താടാ? കണ്ടേ? കിട്ടിയാ? മറ്റേ ആൻസർ കിട്ടിയാ? ബിയുടെ വാല്യൂ -1/2. എടാ മണ്ടന്മാര് അത് ചിലപ്പോ മാറ്റി തിരിച്ചൊക്കെ ഇടും അവര്. എയും ബിയുടെ ഓർഡർ മാറ്റി കൊടുക്കും. എക്സിന് അത് സ്പ്ലിറ്റ് ചെയ്യാം. ആ ഇന്റഗ്രൽ എന്ത് ചെയ്യാം? ബി എക്സ് ഇന്റഗ്രൽ ഓഫ് ഈ സാധനം പ്ലസ് സി ബൈ ഇതിന്റെ ഇന്റഗ്രൽ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. കിട്ടിയാ? ചേട്ടൻ വരെ ഇതേതാ ചെയ്യണം? ഇത് കിട്ടിയത് എന്താ കിട്ടാൻ? എവിടെ? എക്സ് സ്ക്വയറിന്റെ ടൈം ഏതൊക്കെയാ ഉള്ളത്? a plus b is equal to 0. പിന്നെ
മൈനസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1. എ മൈനസ് സി ഈസ് ഈക്വൽ ടു അതെവിടെ? എന്നിട്ട് 3 ഇക്വേഷനും കൂടെ നോക്കിക്കേ. കാൽക്കുലേറ്റ് ചെയ്യാൻ മറ്റേ എന്ത് ഇക്വേഷൻ ഉണ്ടോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് സി ഈക്വൽ ടു കണ്ടുപിടിക്കുക. സി ഈക്വൽ ടു ഏന്ന് കിട്ടിയില്ലേ? എന്നിട്ട് അത് ഇതിൽ കൊണ്ടിട്ട് കൊടുക്കാം. എന്നിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. എടാ ദേവനൊക്കെ അവിടെ നിന്ന് ചെയ്തായിട്ടാണ് ഈ വർത്താനം പറയണം. ബാക്കി ആരെയും കാണിച്ചേ. ഞാനല്ലേ അത് ചെയ്തത് ഇത്ര. എന്നാ ബാക്കി ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്നാ ബാക്കി ചെയ്യും. അതെന്തൊക്കെ കിട്ടിയാ? ഏതാ ചെയ്യണം? ബി എ ഈസ് ഈക്വൽ ടു 1/2, സി 1/2, ബി മൈനസ് 1/2. കൊണ്ടിട്ട് കൊടുക്കുന്നതിന് എ ഈസ് ഈക്വൽ ടു 1/2. അതങ്ങനെ തന്നെ. അങ്ങനെ എടുക്കുമ്പോഴേ അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഇക്വേഷൻ അങ്ങനെ തന്നെ എടുക്കണം. എ ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി എക്സ് പ്ലസ് സി ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ അവനെടുത്തത്? അവനെടുത്ത കറക്റ്റാ. ഈ ഇക്വേഷനില് ഇത് ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. എയുടെ താഴെ എന്താ പാടുള്ളൂ? ഒരു സാധാ പോളിനോമിയൽ വരാൻ പാടുള്ളൂ. പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ താഴെ വേണം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വരാൻ. ഇവിടെ ഏതാ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇതല്ലേ? ഇത് ഇതിന്റെ താഴെ വരാൻ പാടുള്ളൂ. എന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ. വാല്യൂസ് എ ഈസ് ഈക്വൽ ടു 1/2, ബി ഈക്വൽ ടു മൈനസ് 1/2, സി ഈസ് ഈക്വൽ ടു 1/2. എടാ ശരി, സി ഈസ് ഈക്വൽ ടു 1/2. ഈ ആരെ പോലത്തെ പിള്ളേരെ തല്ലാന്ന് പറഞ്ഞാലേ സി ഈസ് ഈക്വൽ ടു 1/2. ഇനി ഇട്ട് കൊടുത്ത് ചെയ്തോ. കിട്ടിയാ? വാല്യൂ കിട്ടിയില്ലേ? എയുടെ വാല്യൂ 1/2, സിയുടെ വാല്യൂ എന്താ? ശരിയാണ്, ബിയുടെ വാല്യൂ മൈനസ് 1. അതിന് കൺഫ്യൂഷൻ. എടാ കഴിഞ്ഞാ? എടാ മിണ്ടാണ്ടിരിക്കടാ അഖിലേ. സമയം എത്രയാടാ? 6:20 അല്ലേ? ടാൻ ഇൻവേഴ്സ് എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. 1/2 എന്ത് ചെയ്ത്? എ എന്താ? അപ്പൊ എക്സ്. ബാക്കി ടൈംസ് എല്ലാം എഴുതിയാ? എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? അതെന്താ? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ആർക്കിടാനാ? എക്സ് സ്ക്വയർ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്ക്. കിട്ടിയാ? അരുന്ധതിയുടെ മറ്റേ പല്ലിലെ സാധനം മാറ്റിയാ? അതാണ് ഇത്ര സംസാരം. അത് എത്ര നാള് ശരിയായ? എന്നിട്ട് അല്ല ഇനി വിട്ടിട്ടുണ്ടോ? അപ്പൊ ചെയ്താ? കിട്ടിയാ? എടാ നോക്കിയിരിക്കാതെ ചെയ്യടാ. ഫ്രണ്ടിൽ കൊണ്ടിരുത്തിട്ട് നീ നന്നാക്കൂലേ? ഇനി എന്താ ചെയ്യേണ്ടത്? വാല്യൂസ് കിട്ടിയില്ലേ? എവിടെ അപ്ലൈ കൊടുക്കും? ഇതിലൂടെ ഇട്ട് കൊടുക്കും. അപ്പൊ എന്ത് വരും? 1/x + 1. ഇത് ഇത്ര ബുദ്ധിമുട്ട് എന്താ? 1/x + 1 a by ഇത് കൊണ്ട് ഇട്ട് കൊടുക്ക്. എയുടെ ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ.
കഴിഞ്ഞാ ബ്രെയിനാ ആ